ട്രെയിൻ എത്താറായെന്ന അനൗൺസ്മെൻറ്റ് എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചു. ഇന്നും എപ്പോഴും കാത്തിരിക്കുന്ന സമാഗമാണ്. അവൻ നടന്നു വരുന്നതും കാത്ത് ആ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലോകത്ത് ഞങ്ങൾ മാത്രമാണെന്ന് തോന്നിപ്പോയി. പിന്നണിയിൽ ജയചന്ദ്രൻ മാഷിൻ്റെ മനോഹരമായൊരു സംഗീതവും. ഇന്നെൻ്റെ കണ്ണുകൾക്ക് വജ്രത്തിൻ്റെ തിളക്കമാണ്. മൂക്കുത്തിയിൽ ഒളിച്ചിരുന്ന പ്രണയത്തിന് വല്ലാത്തൊരു വശ്യത. ഒന്നും മിണ്ടാതെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഈ ലോകത്ത് ഞങ്ങൾ മാത്രമാണെന്ന് തോന്നി. ഭാരമില്ലാതെ ആകാശത്ത് പറന്ന് നടക്കുന്നത് പോലെ. ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന അനിർവചനീയമായ മുഹൂർത്തമാണല്ലോ ഓരോ ആലിംഗനവും. വണ്ടിയിലങ്ങനെ ചേർന്നിരുന്ന് യാത്ര ചെയ്യുമ്പോൾ, വിട്ടുകളയിലെന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ഈ ലോകം എത്ര സുന്ദരമാണെന്ന് തോന്നും. കൂടെ ആരോ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, അവനും ഒറ്റയ്ക്കല്ല. ചിലപ്പോഴൊക്കെ അവൻ നുള്ളി നോക്കും, ചിലപ്പോൾ ഇക്കിളിയാക്കും. ആ യാത്ര അങ്ങനെ എത്തി നിന്നത് ഒരുപാട് തണുപ്പുള്ള കോടമഞ്ഞിൻ താഴ്വരയിലായിരുന്നു. പ്രകൃതി എത്ര സുന്ദരിയാണെന്നല്ലേ. അവളങ്ങനെ വസ്ത്രങ്ങൾ മാറി മാറി അണിഞ്ഞ് അവർക്ക് മാത്രമായി ഒരു ചേലയൊരുക്കും. നിഹാരം പൊഴിയുന്ന വഴികൾ. അവൻ്റെ കൈവിരലുകൾക്കിപ്പോൾ പവിഴമല്ലിയുടെ തണുപ്പാണ്. ചെവികൾക്കിടയിലൂടെ കഴുത്തിലേക്ക് പോയ തണുപ്പിനെ ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത വല്ലാത്തൊരു മാസ്മരികത. ചുറ്റിനും ഉയർന്നു നിൽക്കുന്ന പുൽമേടുകൾ, പാറകൾക്കിടയിലൂടെ ഒഴുകിയൊലിക്കുന്ന നീർച്ചോല. അവിടെ ഇങ്ങനെ അവൻ്റെ മടിയിൽ കിടക്കുമ്പോൾ ഞാനൊരു മത്സ്യകന്യകയാണെന്ന് തോന്നിപ്പോവും. ചുണ്ടുകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞിൻകണങ്ങൾ, കവിളിൽ പ്രണയ ചുവപ്പ്, കഴുത്തിൽ പൊടിഞ്ഞു വീഴുന്ന വിയർപ്പ് തുള്ളികൾ, കണ്ണുകളിൽ തുടിക്കുന്ന വശ്യത. കൈവിരലുകൾ നെറ്റിത്തിടത്തിൽ നിന്നും ഊർന്നിറങ്ങി ചുണ്ടുകളിൽ സ്പർശിച്ച്, ചുണ്ട് ചുണ്ടോട് ചേർത്ത് പിന്നിറങ്ങിയ തെങ്കണം കുടിച്ചു വറ്റിക്കുമ്പോൾ നേർത്ത ചാറ്റൽ മഴ. ഇടി പെണ്ണെ, എണീക്കടി, നേരം കുറേ ആയി. ഇതെന്താ ഇങ്ങനെ? ഇതിപ്പോൾ എത്രാമത്തെ തവണയാ ഇങ്ങനൊരു സ്വപ്നം? അവളുടെ മുഖത്തിന് പഴുത്ത ചാമ്പക്കയുടെ നിറമായിരുന്നു അപ്പോൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതുപോലെ മനോഹരമായ സ്വപ്നങ്ങൾ? നല്ല ഭംഗിയിലെ, നല്ല എന്താ പറയുക, അത്രമേൽ മനോഹരമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ സ്വപ്നം അങ്ങോട്ട് തീർന്നു പോയാൽ അങ്ങനൊരവസ്ഥ ഉണ്ടായിട്ടില്ലേ? എന്തായാലും സ്വപ്നങ്ങൾക്ക് പലപ്പോഴും ആയുസ് കുറവായിരിക്കും. പക്ഷേ കാണുന്ന സമയത്ത് ഈ ലോകം അത്രമേൽ സുന്ദരമാവും. നിങ്ങളിതുപോലെയുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വട്ടുകളുമായി വീണ്ടും കാണാം. ദിസ് ഈസ് രതി ചാലിശ്ശേരി. ബൈ ബൈ.